ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചീര മുറിക്കലാണ് കേട്ടോ. ആദ്യം തന്നെ വെളിയിറങ്ങിയപ്പോൾ എന്ത് ചൂടാണ്, 10 മണിയായപ്പോൾ തന്നെ ഇത്രയും ചൂട്. പിന്നെ ലവ് ബേർഡ്സ് കൂട്ടന്മാർക്ക് കുറച്ച് വെള്ളവും കൊടുത്ത് നമ്മൾ നേരെ കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വള്ളി വീശാൻ കൊടുത്തിരിക്കുന്ന പയറുകൂട്ടന്മാരെല്ലാം നല്ല അടിപൊളിയായിട്ട് വള്ളി വീശി കയറിയും പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓമക്കൂട്ടം കുറച്ച് വാടിയിട്ടുണ്ട്, അവന് കുറച്ച് വെള്ളം കൊടുത്ത് ഓക്കെ ആക്കണം. പിന്നെ അത് ഈ നിൽക്കുന്ന ചീരക്കുട്ടന്മാരെയാണ് നമ്മളിന്ന് കുറച്ച് മുറിച്ചെടുക്കുന്നത്. ഫസ്റ്റ് വിളവെടുപ്പാണ് കേട്ടോ. ഇതിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് മുറിക്കാനും തോന്നുന്നില്ല, എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യ. തലയെടുപ്പോടെ ഇങ്ങനെ നിൽക്കുന്ന ചീരക്കുട്ടന്മാരെ മുറിക്കണോ വേണ്ടോ എന്ന് ഞാനിങ്ങനെ പിന്നെയും പിന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാനില്ല. അപ്പോഴാണ് ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടത്, കിടക്കുന്ന ഒരു തേങ്ങ. ഈ സാധനം നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് വീടിൻ്റെ സാധനമാണ്. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ തല കൊത്തി ഇരിക്കുന്ന ലവ് ബേർഡ്സ് കൂട്ടന്മാർ. പിന്നെ അവന്മാരെ ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ച് നമ്മൾ നേരെ നമ്മുടെ മാവിനും ഇതൊക്കെ പൂവൊക്കെ വീണിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ബ്ലേഡ് എടുത്തിട്ട് ഇത് മുറിക്കാനുള്ള പരിപാടി കേട്ടോ. ബ്ലേഡ് വെച്ച് മുറിക്കുകയാണെന്നുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പിഴുതെടുക്കുന്നതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. കാരണം വെച്ചാൽ പിന്നെ അവിടെ നിന്ന് പൊട്ടിക്കിളിക്കും. അങ്ങനെ നമ്മൾ പതിയെ അതിനും നോക്കരുത് എനിക്കും നോക്കരുത് എന്നുള്ള വിധത്തിൽ നമ്മളതിനെ മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോഴത്തേനും അമ്മ വന്നു, അമ്മയും കൂടെ കുറേയൊക്കെ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഞാനും ആദ്യത്തെ ഫസ്റ്റ് വിളവെടുപ്പല്ലേ, അപ്പം നല്ല അതിന് നോക്കാത്ത നമുക്ക് അത് നല്ല വൃത്തിക്ക് നമ്മൾ നല്ല വൃത്തിയുള്ള സാധനം തന്നെ നമ്മൾ നോക്കി കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിത് ഫസ്റ്റ് വിളവെടുപ്പല്ലേ, ആദ്യം തന്നെ അമ്മ വീട്ടിൽ കൊടുക്കാം എന്നുള്ള പദ്ധതിയിലേക്ക് കടന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നമ്മൾ നേരെ അമ്മ വീട്ടിലേക്കാണ് കേട്ടോ. ഇതവിടെ കൊടുക്കണം, അതാണ് ലക്ഷ്യം. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ അമ്മ വീട്ടിൽ ചെന്ന് ഇത് അമ്മച്ചിയമ്മയുടെ കയ്യിലേക്ക് ഇതിങ്ങോട്ട് കൊടുക്കണം. അപ്പം കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ആ അമ്മച്ചിയമ്മയെ സന്തോഷത്തോടെ മേടിച്ചപ്പോൾ കിട്ടിയൊരു മനസ്സുകൊണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഇവിടെ പറയുന്നത് പപ്പരയ്ക്ക അല്ലെങ്കിൽ ഓമയ്ക്ക എന്ന് പറയും. ഇതും പറിച്ച് നമ്മൾ നേരെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തോരൻ വെച്ച് കഴിക്കുമ്പോൾ അടിപൊളി ഒരു ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.